ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എങ്ങനെയുണ്ട് ഇന്നത്തെ നോമ്പൊക്കെ? നല്ല അടിപൊളിയായിട്ട് പോകണില്ലേ? ചൂടിനൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകണില്ലേ നോമ്പൊക്കെ? അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് നല്ലൊരു നോമ്പാണ്. ഇതിപ്പോൾ ഒരു 5ാമത്തെ നോമ്പിൻ്റെ വ്ളോഗാണ്. അപ്പോൾ കുറേ മുന്നായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പിന്നെ അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ അൽഹംദുലില്ലാ നമ്മളെ വാഴ കുലച്ച് അത് പഴുത്ത്. അപ്പോൾ അതെല്ലാവർക്കും ഈ പഴുത്ത പഴം എല്ലാവർക്കും ഒന്ന് വീതം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അയൽവാസികൾക്കും വീടിൻ്റെ നല്ലപുറമുള്ളവർക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ആ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് വീതം വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഈവനിങ് ആയപ്പോൾ വന്നൊരു സമൂസ റെസിപ്പി കാണിക്കുന്നുണ്ട്, ചിക്കൻ സമൂസയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിൽക്കുക പുറത്തുനിന്നാണ് നോമ്പ് തുറക്കുന്നത്. നിൽക്കാൻ്റെ കൂട്ടുകാരന്മാരൊക്കെ കൂടിയിട്ട് ബീച്ചിൽ പോയിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അപ്പോൾ അവർക്കുള്ളതും കൂടെ നമ്മളിതിൽ സമൂസ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവനാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് ദിവസം ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് അവർ പോകുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഫില്ലിങ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കനും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ക്യാപ്സിക്കനൊക്കെ ഒന്ന് വഴന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അത് 2 ഉരുളൻകിഴങ്ങൊന്ന് പുഴുങ്ങിയതാണ്, അതും കൂടെ മഞ്ഞൾ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയതാണ്. അതൊന്ന് ഉടച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ സമൂസയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് സമൂസ ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പോൾ ഇത് സമൂസയൊക്കെ എല്ലാതും മടക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കവിടെ മാറ്റി വെക്കാം. ആ സമയത്ത് ഞാനത് കുറച്ച് മുന്തിരി ജ്യൂസ് വേണ്ടിയിട്ടുള്ള മുന്തിരി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് സമൂസകൾ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് 2 എണ്ണ വെച്ചിട്ട് ഞാൻ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ സമൂസയൊക്കെ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കുക. നല്ല അടിപൊളി ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തൊരു ഈ ഫില്ലിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. പിന്നെ ഞാൻ അടുത്തതായിട്ട് വേണ്ടത് പാലപ്പാണ്, വെള്ളപ്പം എന്നൊക്കെ പറയും ഞങ്ങളവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനാവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളപ്പം ചുടാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ചൂടാക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ട് വെക്കുക. അപ്പോൾ ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒരു കാസ്ട്രോളിലാണ് ചുട്ട് വെക്കുന്നത്. അപ്പോൾ അതാ ഒരു ഭാഗത്ത് വെള്ളപ്പം ഇതുപോലെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത സ്റ്റൗവിൽ കറി വെക്കാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമയുടെ റെസിപ്പി നോക്കാം. വെള്ളപ്പത്തിനൊക്കെ നല്ല കിടിലൻ കോംബോ ആണ്. അപ്പോൾ ഇത് ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സവാള, പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്നാൽ ഇതിന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ബദാം ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഉള്ളിയുടെ മിക്സും ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക.
പിന്നെ ഇതാ അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് സ്റ്റവ് ഒന്നല്ലെങ്കിൽ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നമ്മുടെ ഉള്ളിയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ഉള്ളിയുടെ മിക്സ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ഞാൻ ഇത് ഇടലുണ്ട്. കുറുമക്കാകുമ്പോൾ ഒരു ടേസ്റ്റാണ്, കാണാനും ഭംഗിയാണ്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പോളം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒന്നാം പാൽ കിടന്നിട്ട് വേണം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഏകദേശം 1 കിലോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതാ നമ്മൾ നേരത്തെ സോക്ക് വെച്ചിട്ടുള്ള ബദാം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബദാമിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ ക്ലിപ്പിൻ്റെ മിസ്സായിപ്പോയി, അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അവസാനമായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 കപ്പോളം ഇതുപോലെ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ചെറിയൊരു തിള വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് ഒന്ന് താളിച്ച് വെക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു പിടിയോളം ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ബദാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളർ മാറുന്നത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതൊന്ന് കോരി മാറ്റുന്നുണ്ട്. പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് താളിച്ച് ഒഴിക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബദാമും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുന്നതൊക്കെ നല്ല കിട്ടില്ല ടേസ്റ്റാണ്. വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നല്ല കിട്ടില്ല കോംബോ ആണ്. ഇതൊക്കെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ അതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു ബോക്സിൽ ഞാൻ സമൂസ അതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മറ്റേതിൽ ഞാൻ വെള്ളപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെയുള്ള ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരിക. അതുവരേക്കും താങ്ക്